നമസ്കാരം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാവുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. അതിലൊരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ നീക്കം സർക്കാർ തലങ്ങളിൽ തുടരുന്നുണ്ട്. അതോടൊപ്പം ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങളും തുടരുകയാണ്. ലോകരാജ്യങ്ങളൊക്കെ തന്നെ പ്രതികരിക്കുമ്പോൾ പോലും ബംഗ്ലാദേശിന് യാതൊരു കൂസലുമില്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ഇപ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നും മറ്റൊരു നീക്കം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ ടെലിവിഷൻ ചാനലുകൾ തങ്ങളുടെ രാജ്യത്ത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, അതായത് ഈ ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ അവിടെ പ്രദർശിപ്പിക്കരുത് എന്നാണ് അവർ പറയുന്നത്. കാരണം അവിടെ നടക്കുന്ന ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ കൃത്യമായി വിവരം ഇന്ത്യൻ ടെലിവിഷൻ ചാനലുകൾ, ഇന്ത്യൻ പത്രങ്ങൾ ലോകത്തെ അറിയിക്കുന്നു. അതിന് തടയിടാനാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം ആരംഭിച്ചിരിക്കുന്നത്. കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ഓപ്പറേഷൻ ആക്ട് 2006 പ്രകാരം ഇത്തരത്തിൽ ഒരു നീക്കം നടത്താമെന്നാണ് ഈ ഹർജിയിൽ പറയുന്നത്. അവർ പ്രധാനമായും സ്റ്റാർ, ഫ്യൂസ്, സി ബംഗ്ലാ, റിപ്പബ്ലിക് ബംഗ്ലാ തുടങ്ങിയ ചാനലുകളാണ് എടുത്തു പറയുന്നത്. ഈ ചാനലുകളിൽ പ്രകോപനപരമായ വാർത്തകൾ ചെയ്യുന്നു, നിയന്ത്രണങ്ങൾ പാലിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം ചാനലുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒഴിവാക്കണമെന്നാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആവശ്യം. അഭിഭാഷകൻ ഉദ്ദീൻ ഹുയാണ് ഇത് സംബന്ധിച്ച ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കത്തെ എങ്ങനെയാണ് ഇനി ഇന്ത്യ നോക്കിക്കാണുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.